നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെയും പോവാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും. ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടോ. ഇക്കാൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാനുണ്ടായിരുന്നു. ദേ അവരാണ് ഇവർ. ഇവരെയും പൊക്കിക്കൊണ്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. വിശന്നിട്ട് വയ്യായിരുന്നു. Madam, light coffee. Madam, do you want fresh milk tea? No, that is fresh milk tea, madam. This is light coffee. താങ്ക് യു. 5-star thumbs up. ഇത് തിന്നാനോ? തിന്നാൻ വരും. അടുത്ത വെയിറ്റ്. കോഫി ഞാൻ കുടിച്ചു കേട്ടോ. അടിപൊളി കോഫി, നല്ല ടേസ്റ്റ്. കട്ട്ലേറ്റ്, സമൂസ, പിന്നെ പഴം വെച്ചിട്ടുള്ളൊരു ഐറ്റം. കട്ട്ലറ്റ് മതി. കട്ട്ലേറ്റ് മതി. അതെ, അപ്പോൾ സംഭവം ഇവിടെ റെഡി. ഇത് എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. സമോസ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി ചൂടുണ്ടെങ്കിൽ നന്നായിരുന്നു. ഇതാണ് ഷെഫിന് കേട്ടോ. കട്ട്ലേറ്റും കഴിച്ചു. പിന്നെ ഇതേ കാക്ക ചായ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബിരിയാണി വാങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഞങ്ങളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫ്ലാറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അതെ, ഇതാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഗ്രില്ല് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇത് കണ്ടോ, ബട്ടർഫ്ലൈ മോഡലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ ഷെഫ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മീൻ ഇവിടെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മസാല പുരട്ടലാണ് കേട്ടോ. ഇവിടെ തകൃതിയായിട്ട് മസാല ഒരാൾ പുരട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് മീൻ തിരിച്ച് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല പുരട്ടണേ. ഇതിനെല്ലാം മേലോട്ട് വയ്ക്കുന്നത് കാർന്നൂരിൻ്റെ സ്ഥലത്തിലായിരുന്നു. ഞാൻ സഭേൻ്റെ ഉമ്മ കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2 മീനും സെറ്റായിട്ടുണ്ട്. ഇത് എൻ്റെ ചെടികളൊക്കെ നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടെ എൻ്റെ പെയിൻറ്റിങ്സും. പിന്നെ ഇതേ ഇക്കാക്കാൻ്റെ ഈ ഷോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുൾ കോൺട്രിബ്യൂഷൻ ഇക്കാക്കയാണ് ചെയ്തത്. പക്ഷെ അല്ല കേട്ടോ, ആകെ പുള്ളി ചെയ്ത കാര്യം കാണിച്ചു തരാം. ഇതൊഴിച്ച് ബാക്കി എല്ലാവരാണ് ചെയ്തത്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു പണി എടുത്തിട്ടില്ല. ഇനി നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്തത് നമ്മൾ എടുക്കുവാണ്. നല്ല മണം വരുന്നുണ്ടായിരുന്നു. നല്ല സ്മെല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലത്തെ കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ കട്ടില ഉള്ളത്. ഇപ്പോൾ ഓക്കെ 1 മണിയായി, ഞങ്ങൾ കഴിക്കാൻ പോവാണേ. ഇതിപ്പോൾ ടേസ്റ്റ് ആയിട്ട് കാക്ക അഭിപ്രായം പറയേ. എങ്ങനെയുണ്ട് ഫിഷ്? ഞാൻ പോയി കഴിക്കട്ടെ. കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ തീർന്നു. ഞാൻ പോയി കഴിക്കട്ടെ. അടുത്ത വീഡിയോ അല്ലേ എന്താ പറയാ തമിഴ്? അതന്നെ. അപ്പൊക്കെ പോയി. അങ്ങനെ നേരെ വെളുത്തു, രാവിലെ ആയത്. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ രാവിലെ എണീച്ച് അഭ്യാസം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ബ്രെഡ് സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് എല്ലാവരും. ശനി ഞായറും പെണ്ണുങ്ങൾക്ക് റെസ്റ്റാണ്, ഫുൾ ആണുങ്ങളായിരിക്കും പണിയെടുക്കുക. എൻ്റെ കയ്യിൽ ഒരാളിരിപ്പുണ്ട്. ഇക്കാക്ക ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇക്കാക്ക തകർന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും ടേസ്റ്റാണെന്ന് അറിയാം. അതിനിപ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ടാണോ എന്താ അറിയില്ല. എന്തായാലും നല്ല ഫുഡായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഉച്ചക്ക് ഹൈദരാബാദി ചിക്കനായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ ഇന്ന് ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ട്, ഞായറാഴ്ച ഇല്ലേ, രാവിലെ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചത് ലേറ്റായിട്ട്. പിന്നെ വേഗം ഹൈദരാബാദി ചിക്കനെ കിട്ടിയപ്പോൾ വേഗം ഫുഡ് കഴിക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഒന്നും വ്ളോഗ് ഇതിലില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഒരു പണിയെടുക്കാണ്ടിരിക്കുന്നൊക്കെ രണ്ടുള്ള. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. കുഞ്ഞെണീറ്റ പിന്നെ കുഞ്ഞിൻ്റെ പുറകെയാണ് എല്ലാവരും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.